ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുകയാണ്. ഇതാണ് നമ്മുടെ വയറ്. ഈ കാണുന്നതാണ് നമ്മുടെ വയറ്. ഈ വയറിൽ ജപ്പാനിലെ അവരുടെ ഒരു ടെക്നിക്കാണ്, ജപ്പാൻ സ്റ്റൈലാണ്. അവര് ഭക്ഷണം കഴിക്കുമ്പോ വയറിന്റെ 80% മാത്രമേ അവര് നിറക്കുള്ളൂ. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം എത്രമാത്രം വിശപ്പുണ്ടോ അത് മൊത്തം തീർത്തിട്ട് നമ്മുടെ ടേബിളിൽ നിന്ന് എണീറ്റ് പോവുകയുള്ളൂ. അങ്ങനെയല്ല, ജപ്പാനിലുള്ള ആളുകള് അല്പം വിശപ്പ് ബാക്കി ഉണ്ടെങ്കിലും അവരവിടെ നിർത്തിയിട്ട് അവരുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകും. ശരീരത്തിൽ ഊർജം നേടാനുള്ള, എനർജി നേടാനുള്ള ഏറ്റവും നല്ല മാർഗം ശരീരത്തിലെ വയറിൽ 80% മാത്രം ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ജപ്പാൻ ടെക്നിക്. അതിന് പറയുന്ന പേരാണ് ഹറ ഹച്ചി ബു. നിങ്ങൾക്ക് 80% മാത്രമാകുമ്പോൾ നിർത്തുക. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് 80% ആയി എന്ന് മനസ്സിലാകുക? നമുക്ക് വീണ്ടും വിശപ്പുണ്ടാവും, അപ്പൊ നമ്മൾ നിർത്താം. അതാണ് 80%. രണ്ടാമതായിട്ട്, ജപ്പാനിലുള്ള ആളുകള് എല്ലാ ദിവസവും അവരുടെ റേഡിയോയില് അല്ലെങ്കിൽ ടെലിവിഷനില് അവർക്ക് ഒരു സന്ദേശം കിട്ടും. ആ സന്ദേശം എന്താണ്? റേഡിയോ ടൈസോ എന്നറിയപ്പെടുന്ന, ഇന്ന് രാവിലെ തൊട്ട് ഇതുവരെ നമ്മുടെ കൈ എത്ര പ്രാവശ്യം മുകളിലേക്ക് പൊന്തിയിട്ടുണ്ട്. കൈ ചിലപ്പോൾ കെട്ടിയാ നിൽക്കുക, താഴെ ആയിരിക്കാം, പക്ഷെ കൈയിലേക്ക് മുകളിലേക്ക് പൊന്തിക്കുന്നത് വളരെ കുറവാണ്. ഏറ്റവും നല്ല എനർജി നേടാനുള്ള മാർഗങ്ങളാണ് കൈ രാവിലേക്ക് എണീറ്റ് പൊക്കുക, മറ്റു ടെക്നിക്കുകൾ. അവരെല്ലാ ദിവസവും ചെയ്യുന്ന പരിപാടി രാവിലെ റേഡിയോ ടൈസോ. ഈ ടെക്നിക്ക് കാണാം, വാക്ക് എന്നുണ്ടല്ലോ. നമ്മളൊക്കെ എല്ലാ ദിവസവും വാക്ക് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ജപ്പാനുകള് എന്ത് ചെയ്യാലും അതൊരു ടെക്നിക്കായി മാറുകയാണ്. അവർ നടക്കുന്നത് എങ്ങനെയാ? 3 മിനിറ്റ് സ്ലോ ആയി നടക്കും. അതിനുശേഷം അതിന് പറയുന്നവര് ലേറ്റ് മീറ്റിംഗ് വാക്ക് എന്നാണ്. നമ്മളൊരു മീറ്റിങ്ങിന് ലേറ്റ് ആയി പോയി, അപ്പൊ നമ്മളെങ്ങനെ നടക്കും? സ്പീഡിൽ നടക്കും. വീണ്ടും അവര് 3 മിനിറ്റ് നോർമൽ നടക്കും. അങ്ങനെ 10 എണ്ണം 3 മിനിറ്റ് വെച്ച് 30 വട്ടം നടക്കുന്നത് 10,000 സ്റ്റെപ്പ് നടക്കുന്നതിനേക്കാളും ഉത്തമമാണെന്നാണ് ലോകം സയന്റിഫിക്കലി തെളിയിച്ചിട്ടുണ്ട്.